കഴിഞ്ഞ ചാപ്റ്ററിൽ കറന്റ് ക്യാരിങ് സർക്കുലർ ലൂപ്പിന്റെ കേസിൽ എ റേഡിയസ് ഉള്ള സർക്കുലർ കറന്റ് ക്യാരിങ് ലൂപ്പ് അതിന്റെ സെന്റർ ഓയിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലത്തില് ഒരു പോയിന്റില് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. എന്തായിരുന്നു അതിന്റെ ഇക്വേഷൻ? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് പി അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ സെന്റർ ഓഫ് എ കറന്റ് ക്യാരിങ് സർക്കുലർ ലൂപ്പ് വിത്ത് റേഡിയസ് എ. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു: ബി that is equal to mu 0 I a square divided by 2 into a square plus r square the whole raised to 3/2 അല്ലേ? ഇവിടെ നമ്മൾ പല കേസുകൾ ചെയ്തു. ആ ഡിസ്റ്റൻസ് വളരെ കുറവാണെങ്കിൽ പിന്നെ സെന്ററിലാണ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തു അല്ലേ? അപ്പൊ ബി ഈക്വൽസ് മ്യൂ 0 I a square by 2 into a square plus r square the whole raised to 3/2. അതിനുശേഷം നമ്മൾ ഈ സർക്കുലർ കറന്റ് ക്യാരിങ് ലൂപ്പ് ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആണെന്ന് നമുക്ക് കണക്കാക്കാന്ന് മനസ്സിലായി അല്ലേ? ആ മാഗ്നറ്റിക് ഡൈപോളിന്റെ പോൾ ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ നോക്കുമ്പോൾ കറന്റിന്റെ ഡിറക്ഷൻ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണെങ്കിൽ ആ ഫേസ് സൗത്ത് പോളാന്ന് മനസ്സിലാക്കി. കറന്റിന്റെ ഫ്ലോയുടെ ഡിറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണെങ്കിൽ ആ സൈഡ് ആ ഫേസ് നമ്മൾ നോർത്ത് പോളാന്ന് മനസ്സിലാക്കി. ദെൻ ഈ സർക്കുലർ കറന്റ് ക്യാരിങ് ലൂപ്പിന്റെ കേസിൽ മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു അല്ലേ? മാഗ്നറ്റിക് മൊമെന്റ് എന്തായിരുന്നു അതിന്റെ ഇക്വേഷൻ? എം ഈക്വൽസ് ഐ ഇൻറ്റു എ ആയിരുന്നു. ഇത് ഒരു ടേൺ ആണ് ഉള്ളതെങ്കിൽ എൻ ടേൺസ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ എങ്ങനെയായിട്ട് വരുന്നത്? എൻ ഇൻറ്റു ഐ എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യം. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ബാർ മാഗ്നറ്റ് ആസ് ആൻ ഇക്വലന്റ് സോളിനോയിഡ്. ഒരു സോളിനോയിഡിന്റെ കേസ് എടുത്തിട്ട് അതിൽ ആക്സിയൽ ലൈനിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പോകുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് ബാർ മാഗ്നറ്റിന്റെ കേസിലെ സെയിം ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സോളിനോയിഡ് ആണ്. ആ സോളിനോയിഡിന്റെ ലെങ്ത് 2L ആണ്. 2L ലെങ്ത്. ആ സോളിനോയിഡിന്റെ റേഡിയസ് എ ആണ്. അപ്പൊ നോക്കുക, അതൊരു സോളിനോയിഡ് ആണ്. ആ സോളിനോയിഡിന്റെ ലെങ്ത് 2L, അതിന്റെ റേഡിയസ് എ. നമ്മൾ എടുക്കാൻ പോകുന്ന പോയിന്റ് സെന്ററിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലത്തിലെ പി എന്ന് പറയുന്ന പോയിന്റ് ആണ്. ആ പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട്, ഈ കറന്റ് ക്യാരിങ് n നമ്പർ ഓഫ് ടേൺസ് ആണ് നമ്മുടെ സോളിനോയിഡിലുള്ളത്. അപ്പോൾ സ്മോൾ n ആണ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഉറപ്പായിട്ടും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പഠിച്ചു. മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ എങ്ങനെയായിരുന്നു? അലോങ് ദ ആക്സിയൽ ലൈൻ ആയിരുന്നു. ഇവിടുത്തെ കേസിൽ നമുക്ക് എങ്ങനെയായിട്ട് കൊടുക്കാം? ദ റൈറ്റിലേക്ക് ഡിറക്ഷൻ കൊടുത്തിട്ടുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ. അപ്പൊ ആക്സിസിൽ കൂടെയാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ഒരു സ്മോൾ കറന്റ് എലമെന്റ് ആണ് ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ആ സ്മോൾ കറന്റ് എലമെന്റിന്റെ തിക്നെസ് ആണ് കാണിച്ചിരിക്കുന്നത്. dx ആണ് അതിന്റെ തിക്നെസ്. അപ്പോൾ dx തിക്നെസ് ഉള്ള ഈ കറന്റ് എലമെന്റ് സെന്റർ ഓയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലത്തിലാണ്? x ഡിസ്റ്റൻസ് അകലത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ dx തിക്നെസ് ഉള്ള കറന്റ് എലമെന്റിൽ ഓർക്കുക, ഇതിൽ n നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ dx തിക്നെസ്സിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ടായിരിക്കും? n ഇൻറ്റു dx നമ്പർ ഓഫ് ടേൺസ് ഉണ്ടായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ n ഇൻറ്റു dx നമ്പർ ഓഫ് ടേൺസ് ഉള്ള ആ കറന്റ് ലൂപ്പ് മൂലം പി എന്ന് പറയുന്ന പോയിന്റ്, അതായത് ആർ ഡിസ്റ്റൻസ് അകലത്തിലെ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ആ dx തിക്നെസ് ഉള്ള കറന്റ് ക്യാരിങ് എലമെന്റ് മൂലം പിയിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ നമുക്ക് കൊടുക്കാം dB that is equal to, ഇക്വേഷൻ എങ്ങനെ വരുന്നത്? mu 0 I into a square അല്ലേ? അപ്പോൾ I into a square. ഇത് ഒരു ടേൺ ആണെങ്കിൽ, ഇവിടുത്തെ കേസിൽ എത്ര ടേൺ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചത്? n into dx ടേൺസ് ഉണ്ട്. അപ്പൊ നമുക്ക് കൊടുക്കാം n into dx ഡിവൈഡഡ് ബൈ 2 into റേഡിയസ് എത്രയായിരുന്നു? റേഡിയസ് എ ആയിരുന്നു. അപ്പൊ 2 into a square plus
ഇവിടെ വരുന്നത് ആർ സ്ക്വയർ ആണ് അല്ലെ. ആ സെന്ററും ആ പോയിന്റ് പിയും തമ്മിലുള്ള അകലാണ് ആർ സ്ക്വയർ. പക്ഷെ ഇവിടേക്ക് നോക്കിക്കേ, നമ്മൾ എടുത്ത കറന്റ് എലമെന്റ് സെന്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലത്തിലാ? എക്സ് ഡിസ്റ്റൻസ് അകലത്തിലാണ് ഇരിക്കുന്നത് അല്ലെ. ഓയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലത്തിലാണ് ഈ കറന്റ് എലമെന്റ് ഇരിക്കുന്നത്. അപ്പൊ ഈ കറന്റ് എലമെന്റും പോയിന്റ് പിയും തമ്മിലുള്ള ഈ അകലം, സെന്ററും പിയും തമ്മിലുള്ള അകലം ആറാണ്. ഇവിടുന്ന് സെന്ററിൽ നിന്ന് കറന്റ് എലമെന്റിലേക്കുള്ള അകലം എക്സ് ആണ്. അപ്പോ കറന്റ് എലമെന്റും പിയും തമ്മിലുള്ള അകലം എന്തായിരിക്കും? ഈ ആർ മൈനസ് എക്സ് ആയിരിക്കും. നമ്മുടെ ഇക്വേഷൻ എന്താ വരുന്നത്? ആർ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഓൾ റേസ് ടു 3/2. പിടിയിലെ ഇക്വേഷൻ ആ സ്മോൾ കറന്റ് എലമെന്റ് മൂലം പിയിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഡി ബി ദാറ്റ് ഇസ് ഈക്വൽ ടു μ0 ഇൻറ്റു എൻ ഡി എക്സ്. ആ എൻ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ആണ്. I a square divided by 2 into a square plus r minus x. r minus x എങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. ആ പോയിന്റ് പിയും കറന്റ് എലമെന്റും തമ്മിലുള്ള അകലാണ് r minus x the whole square all raised to 3/2. അങ്ങനെയെങ്കിൽ ആ ടോട്ടൽ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ആ സോളിനോയിഡിനെ നമ്മൾ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ ആ പിയിലുണ്ടാവുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്, ആ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാം. therefore ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറഞ്ഞ് നമുക്ക് സിമ്പിൾ കൊടുക്കാം. ആ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് പി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ സ്മോൾ 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 അങ്ങനെ ഓരോ സ്മോൾ കറന്റ് എലമെന്റ് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ച് അതൊക്കെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്നതിന് തുല്യമാണ് എന്ത്? ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് കൊടുക്കാം ഇന്റഗ്രൽ ഡി ബി എന്ന് പറഞ്ഞ് കൊടുക്കാം. ആണല്ലോ, ഇന്റഗ്രൽ ഡി ബി. അത് എവിടെ മുതൽ എവിടം വരെയാണ്? അതിന്റെ ലിമിറ്റ് എവിടെയാണ് നോക്കിയേ. ഇതിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാ? 2L ആണ്. അപ്പൊ ഈ ഹാഫ് ലെങ്ത് എത്രയായിരിക്കും? L ആയിരിക്കും. ആണല്ലോ. ഓ മുതൽ ഇവിടെ ഈ എൻഡ് വരെയുള്ള റൈറ്റ് എൻഡ് വരെയുള്ള ലെങ്ത് L, ഓ മുതൽ ലെഫ്റ്റ് എൻഡ് വരെയുള്ള ലെങ്ത് L. അപ്പോൾ ഈ O എന്ന് പറയുന്ന സെന്റർ ഓന് നമുക്ക് ഒറിജിൻ 0 0 എന്ന് വിചാരിക്കുവാണെങ്കിൽ ഇവിടം വരെയുള്ള ഈ ലെങ്ത്തിന് നമുക്ക് എന്ത് കൊടുക്കാം? -L എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. ഈ എൻഡിനെ നമുക്ക് +L എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം അല്ലേ. അപ്പൊ നമുക്ക് ടോട്ടൽ ലെങ്ത് എന്ത് കിട്ടിക്കോളും? 2L കിട്ടിക്കോളും. അപ്പൊ ലിമിറ്റ് എവിടെ നിന്ന് എവിടം വരെ? -L to +L. ലിമിറ്റ് കൊടുക്കാം -L to +L. വാല്യൂസ് നമ്മൾ കൊടുക്കുകയാണ്. ഇന്റഗ്രൽ -L to +L μ0 n dx I a square divided by 2 into a square plus r minus x the whole square all raised to 3/2. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആ സോളിനോയിഡിന്റെ ലെങ്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ റേഡിയസ് എ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതുപോലെ ആ ഡിസ്റ്റൻസ് എക്സും വളരെ ചെറുതാണ്. സിൻസ് ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വലുതാണ്, അതേമാതിരി എക്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴും വളരെ വലുതാണ്. അപ്പൊ അത് കാരണം നമുക്ക് ആ ഇക്വേഷനിൽ ഒരു ചെറിയൊരു അറേഞ്ച്മെന്റ് നടത്താം. ആ ഡിനോമിനേറ്ററിലെ, അതായത് എ സ്ക്വയർ പ്ലസ് ആർ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എന്നുള്ള ടേമിനെ ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് ലെങ്ത് റേഡിയസിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്, അതേമാതിരി എക്സിനെ അപേക്ഷിച്ചും വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ 6 എങ്ങനെയായിരിക്കും? എക്സിനെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് സിമ്പിളാക്കി എങ്ങനെ കൊടുക്കാം? ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 എന്ന് പറഞ്ഞു കൊടുക്കാം. ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ എത്രയാ? r³. അപ്പോൾ ഡിനോമിനേറ്റർ വളരെ സ്മോൾ ടേം ആയിട്ട് ചുരുങ്ങി. അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം ഇക്വേഷൻ? ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ -L to +L μ0 n dx I a square divided by 2 into ഈ ടൈമിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? r³. 2 into r³. ഇത് നമ്മൾ ഇവിടുന്ന് കോൺസ്റ്റൻസിനെ പുറത്തേക്ക് എടുക്കുവാണ്. μ0 n I a square divided by 2 r³.
ഇന്റഗ്രേഷൻ നടത്തുന്നത് നമ്മൾ ഏതിനാ? ആ ലെങ്ത്തിനാണ്. ഏത് ലെങ്ത്? ആ സ്മോൾ ലെങ്ത് dxനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം dxനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്രയാ? x ആയിരിക്കും അല്ലേ? അപ്പോൾ എങ്ങനെയാ വരുന്നത്? μ0 n(i)² ഡിവൈഡഡ് ബൈ 2 × r³ ഇന്റഗ്രൽ dxന്റെ ആൻസർ x. ദെൻ ലിമിറ്റ് കൊടുക്കുക -L to +L. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ വരുന്നത്? b that is equal to μ0 n(i)² by 2r³ into ഇവിടെ എക്സിന്റെ പ്ലേസിൽ അപ്പർ ലിമിറ്റ് കൊടുക്കുക മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ എൽ മൈനസ് ലോവർ ലിമിറ്റ് എത്രയാ? -L. അപ്പൊ എൽ മൈനസ് -L എന്ന് പറഞ്ഞാൽ L+L. L+L എന്ന് പറയുന്നത് എത്രയാ? 2L. അപ്പൊ b ഇറ്റ് ഈസ് ഈക്വൽ ടു μ0 n(i)² by 2r³ into 2L. ഈ ഇക്വേഷൻ നമ്മൾ ചെറിയൊരു അറേഞ്ച്മെന്റ് നടത്തുവാണ്. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ ഒരു 2π വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്താ വരുന്നത്? b ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 n(i)² 2L by 2r³ എന്നുള്ള ഇക്വേഷന് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരു 2π വെച്ച് മൾട്ടിപ്ലൈ. എന്നിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുവാണ്. ശ്രദ്ധിക്കുക, b ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 എഴുതി. ആ ഡിനോമിനേറ്ററിലേക്ക് ഒന്ന് നോക്കുക. 2 × 2π എത്ര വരുന്നത്? 4π. ഇപ്പൊ μ0 by 4π. ദെൻ ന്യൂമറേറ്ററിൽ വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുവാണ്. സ്മോൾ n × 2L ഒരുമിച്ച് എഴുതി. സ്മോൾ n × 2L. ദെൻ i എഴുതി. പിന്നെ എന്താ ഉള്ളത്? നമ്മുടെ ഇവിടെ പൈ ഉണ്ട്. അപ്പൊ πa² അത് അടുത്തെഴുതി. ഇനി ഒരു 2 ഉണ്ട്. ആ 2 കൊടുത്തു. ഡിവൈഡഡ് ബൈ r³. ഈ ഇക്വേഷനിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഈ ടേം, അതായത് ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ കാണുന്ന ടേം സ്മോൾ n × 2L. സ്മോൾ n × 2L എന്ന് പറയുന്നത് എന്തായിരിക്കും ശരിക്കും? ഇവിടെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് സ്മോൾ n ആണ്. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? സ്മോൾ n × ആ ടോട്ടൽ ലെങ്ത് 2L. അപ്പൊ സ്മോൾ n × 2L എന്ന് പറയുന്ന ആരാണ്? നമ്പർ ഓഫ് ടേൺസ്. നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് ഏതാണ്? ക്യാപിറ്റൽ N. അപ്പോൾ ഈ ടേം എന്ന് പറയുന്നത് ക്യാപിറ്റൽ N ആണെന്ന് പിടികിട്ടും. n × i × πa². a എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. അപ്പൊ πa² എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഏരിയ ആണല്ലോ. അപ്പൊ നോക്കൂ, ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് കിടക്കുന്ന ടേം എന്ന് പറയുന്നത് NIA അല്ലെ? NIA എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. NIA എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റ്, മാഗ്നറ്റിക് മൊമെന്റ്. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം? b ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 by 4π 2 × മാഗ്നറ്റിക് മൊമെന്റിന് സ്മോൾ m നമ്മൾ കൊടുക്കുന്നത് 2m ഡിവൈഡഡ് ബൈ r³. അപ്പൊ ഒരു സോളിനോയിഡിന്റെ കേസിൽ ആക്സിയൽ ലൈനിലെ r ഡിസ്റ്റൻസ് അകലത്തില്, സെന്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലത്തില് പോയിന്റില് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. b ഈക്വൽസ് μ0 by 4π 2m by r³. അപ്പോൾ ഇത് തന്നെയാണ് ഒരു ബാർ മാഗ്നറ്റിന്റെ കേസിലും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ഇതിലേക്ക് നമുക്ക് എളുപ്പത്തിൽ എത്താം. ഏത്? നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ആ ടേംസിനെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി എന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ? അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സില് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4πε0 2p/r³. ഇതാണ് ആക്സിയൽ ലൈനിലെ ഇക്വേഷൻ. അപ്പൊ അതിന് ചെറിയൊരു മാറ്റം കൊടുത്താൽ മതി. അതായത് ഇക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ആയ b. അപ്പൊ b ദാറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 പകരം μ0. അപ്പൊ μ0 by 4π 2 അവിടെ നമുക്ക് ഡൈപോൾ മൊമെന്റ് ക്യാപിറ്റൽ P ആയിരുന്നു. ഇവിടെ മാഗ്നറ്റിക് മൊമെന്റ് സ്മോൾ m.
ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. അപ്പോൾ ഈ ഇക്വേഷൻ കൃത്യമായിട്ട് അറിഞ്ഞാൽ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇക്വേഷൻ അറിഞ്ഞാൽ മാഗ്നറ്റിസത്തിൽ നമുക്ക് നേരെ ആ ഇക്വേഷനിലേക്ക് എത്താനായിട്ട് പറ്റും. ബി ഈക്വൽസ് μ0/4π2m/r³. അപ്പോൾ ഈ സോളിനോയിഡിന്റെ കേസിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷനും ഒരു ബാർ മാഗ്നറ്റിന്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ആക്സിയൽ ലൈനിലെ ഇക്വേഷനും എങ്ങനെയാണ്? ഈക്വൽ ആണ്, സെയിം തന്നെയാണ്. ഇവിടെ കിട്ടിയല്ലോ. ഇനി അതൊരു ഇക്വറ്റോറിയൽ ലൈനിലെ ഇക്വേഷൻ ആണെങ്കിൽ എങ്ങനെയാ വരുന്നത്? ബി ഈക്വൽസ് μ0/4π2m പകരം എന്ത് വരും? m/r³ എന്ന് വരും. അപ്പൊ ചെയ്ത വിധം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഒരു സോളിനോയിഡ് നമ്മൾ കൺസിഡർ ചെയ്തു. ആ സോളിനോയിഡിന്റെ ലെങ്ത് ആണ് 2l. ആ സോളിനോയിഡിന്റെ സെന്റർ ഓയിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലത്തിലാണ് P എന്ന് പറയുന്ന പോയിന്റ്. ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നത് ഒരു dx തിക്നെസ് ഉള്ള ഒരു കറന്റ് എലമെന്റ് എടുത്തു. ആ കറന്റ് എലമെന്റ് സെന്റർ ഓയിൽ നിന്ന് x ഡിസ്റ്റൻസ് അകലത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കറന്റ് എലമെന്റിലെ നമ്പർ ഓഫ് ടേൺസ് എത്രയാന്ന് നോക്കി. കാരണം നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ n ആണ്. അപ്പോൾ അതിലെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് സ്മോൾ n ഇൻറ്റു dx ആയിരിക്കും. അപ്പോൾ ഈ കറന്റ് എലമെന്റ് മൂലം പിയിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നമുക്ക് കിട്ടി. dB ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ഇവിടെ കൊടുക്കണം. അപ്പോൾ സ്മോൾ n ഇൻറ്റു dx ia² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a² പ്ലസ് ആ ഡിസ്റ്റൻസ് കറന്റ് എലമെന്റും ആ പോയിന്റ് പി തമ്മിലുള്ള അകലം ദാറ്റ് ഈസ് r - x ദ ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 3/2. അത് ആ ഒരു എലമെന്റ് മൂലം. അങ്ങനെയെങ്കിൽ ആ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താന്ന് നോക്കി. ആ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക. ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ കൊടുക്കുകയാണ്. അപ്പോൾ -L to +L ഇന്റഗ്രൽ -L to +L dB ആ വാല്യൂ നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ആ ലെങ്ത്, ആ സോളിനോയിഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസിനേക്കാളും വളരെ കൂടുതലാണ്. അതേമാതിരി സെന്ററിൽ നിന്ന് ആ കറന്റ് എലമെന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആയ എക്സിനേക്കാളും വളരെ കൂടുതലാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ r എന്ന് പറയുന്ന വാല്യൂവും എങ്ങനെയായിരിക്കും? ആ എക്സിനേക്കാളും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്ററിലെ ടേമിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എത്തിക്കാം? r³ എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ബി ഈക്വൽസ് ഇന്റഗ്രൽ -L to +L μ0 n dx ia² ബൈ 2r³. ദെൻ കോൺസ്റ്റൻസിനൊക്കെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ആ dxനാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് x ആണ്. ദെൻ എക്സിന്റെ പ്ലേസിൽ അപ്പർ ലിമിറ്റ് കൊടുത്തു മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു. അങ്ങനെ നമുക്ക് μ0 n ia² ബൈ 2r³ ഇൻറ്റു 2l എന്ന് പറഞ്ഞ് കിട്ടി. അടുത്തത് നമ്മൾ ചെയ്തത് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഒരു 2π വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. μ0/4π2 ഇൻറ്റു n ഇൻറ്റു 2l അത് നമ്പർ ഓഫ് ടേൺസ് ആണ്. i π ഇൻറ്റു s അത് ഏരിയ ആണ്. ഡിവൈഡഡ് ബൈ r³. അപ്പോൾ ബ്രാക്കറ്റിൽ ആ സ്ക്വയർ ടേമിൽ കിടക്കുന്നത് നമുക്ക് എന്താണ്? മാഗ്നറ്റിക് മൊമെന്റ് ആണ്. അപ്പോൾ വേണമെങ്കിൽ പ്രോബ്ലത്തിലൊക്കെ ആവശ്യത്തിന് വേണ്ടി കൃത്യമായിട്ട് എടുത്ത് എഴുതാം. മാഗ്നറ്റിക് മൊമെന്റ് of a solenoid m that is equal to n into 2l I into pi a square. ആ ഇക്വേഷൻ കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സോളിനോയിഡിന്റെ കേസിൽ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ m that is equal to n into 2l I into pi a square. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇങ്ങനെയാണ്. b equals μ0/4π2m/r³. ഇത് തന്നെയാണ് ഒരു ബാർ മാഗ്നറ്റിന്റെ കേസിൽ ആക്സിയൽ ലൈനിലെ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ. എന്താണ്? b ഈക്വൽസ് μ0/4π2m/r³. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ചിരുന്നു ഇലക്ട്രിക് ഡൈപോൾ ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ടോർക്കിന്റെ ഇക്വേഷൻ അല്ലെ? എന്തായിരുന്നു ടോർക്കിന്റെ ഇക്വേഷൻ? വെക്ടർ ടോ ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്ടർ p ക്രോസ് വെക്ടർ e. ഇവിടെ നമ്മൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് ഡൈപോൾ വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ടോർക്കിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാവുന്നത്? വെക്ടർ ടോ ദാറ്റ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് മൊമെന്റ് എന്തായിരുന്നു? m ആയിരുന്നു അല്ലെ? അപ്പോൾ വെക്ടർ m ക്രോസ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ദാറ്റ് ഈസ് b, വെക്ടർ b. അപ്പോൾ വെക്ടർ ടോ ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്ടർ m ക്രോസ് വെക്ടർ b അല്ലെങ്കിൽ ടോ ദാറ്റ് ഈസ് ഈക്വൽ ടു m b സൈൻ തീറ്റ എന്ന് കൊടുക്കാം അല്ലേ?
അപ്പോൾ ഈ ഡൈപോള് ടേൺ ചെയ്ത ആംഗിള് ഡി തീറ്റ ആംഗിൾ ആണ് ടേൺ ചെയ്തതെന്ന് വിചാരിക്കാം. സ്മോൾ ആംഗിൾ ആണ് ടേൺ ചെയ്തതെങ്കിൽ ആ വർക്ക് ഡൺ എന്തായിരിക്കും? വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് the dipole through d theta, that is dw എന്ന് പറഞ്ഞു കൊടുക്കാം. dw സ്മോൾ വർക്ക് ഡൺ ആയതാണ് dw, that is equal to tau into d theta. അങ്ങനെയെങ്കിൽ θ1 ആംഗിൾ മുതൽ θ2 ആംഗിൾ വരെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ടേൺ ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ നമുക്ക് എങ്ങനെ കൊടുക്കാം? W, that is equal to ഈ ഓരോ സ്മോൾ വർക്ക് ഡണ്ണുകളുടെ സം, അതായത് ഇന്റഗ്രൽ dw ലിമിറ്റ് ചെയ്ത് കൊടുക്കണം. θ1 to θ2, θ1 to θ2, that is ഇന്റഗ്രൽ θ1 to θ2 dw എന്ന് പറയുന്നത് എന്താണ്? ടോ d തീറ്റ. അതിൽ ടോ എന്ന് പറയുന്ന ആരാ? mb sin തീറ്റ. നമുക്ക് കൊടുക്കാം W ഈക്വൽസ് ഇന്റഗ്രൽ θ1 to θ2 mb sin തീറ്റ d തീറ്റ. ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ mb ഔട്ട്സൈഡ് എടുക്കാം, കോൺസ്റ്റന്റ്. ഇന്റഗ്രൽ θ1 to θ2 sin തീറ്റ d തീറ്റ. സൈൻ തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താണ് ആൻസർ കിട്ടുന്നത്? മൈനസ് കോസ് തീറ്റ. അപ്പോൾ W it is equal to mb into minus cos theta θ1 to θ2. ആ മൈനസ് ആയി നമുക്ക് പുറത്തേക്ക് എടുക്കാം എളുപ്പത്തിന്. അപ്പോൾ മൈനസ് mb ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുക മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ. അപ്പോൾ കോസ് θ2 മൈനസ് കോസ് θ1. ദെൻ അറേഞ്ച് ചെയ്യാം. ആ മൈനസ് ഇൻസൈഡിലേക്ക് എടുക്കാം. അപ്പൊ മൈനസ് കോസ് θ2 മൈനസ് ഓഫ് മൈനസ് കോസ് θ1 എന്ന് പറയുന്നത് പ്ലസ് കോസ് θ1. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും ഇക്വേഷൻ W ഈക്വൽസ് mb ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. വർക്ക് ഡൺ W that is equal to mb cos θ1 മൈനസ് കോസ് θ2. ഈ വർക്ക് ഡൺ ആണ് ആ ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സാധാരണ പൊട്ടൻഷ്യൽ എനർജിക്ക് കൊടുക്കുന്ന സിമ്പൽ എന്താണ്? U ആയിരുന്നു അല്ലെ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി U that is equal to mb into cos θ1 മൈനസ് കോസ് θ2. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദ ഡൈപോൾ in uniform magnetic field U that is equal to mb into cos θ1 minus cos θ2. ഇവിടെ ഒരു കേസും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നമുക്ക് എളുപ്പത്തിന് പ്രോബ്ലം ചെയ്യാനൊക്കെ എളുപ്പത്തിന്. ഇപ്പോൾ നമുക്ക് തരുന്നത് ഇനീഷ്യലി ആ ഡൈപോൾ ഇരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ θ1 that is equal to 90 degree ആൻഡ് ടേൺ ചെയ്ത ആംഗിൾ θ2 എന്ന് പറയുന്ന ഒരു തീറ്റ ആംഗിൾ ആണ് ടേൺ ചെയ്യുന്നതെങ്കിൽ U that is equal to എങ്ങനെ വരുന്നത്? mb ഇൻറ്റു കോസ് 90 മൈനസ് കോസ് കോസ് തീറ്റ. അപ്പൊ ഇവിടെ കോസ് 90യുടെ വാല്യൂ എന്താണ്? 0 ആണ് അല്ലെ. അപ്പോൾ mb ഇൻറ്റു മൈനസ് കോസ് തീറ്റ എന്ന് വരും. നമുക്ക് എങ്ങനെയാ ഇക്വേഷൻ? U that is equal to മൈനസ് mb കോസ് തീറ്റ മൈനസ് mb കോസ് തീറ്റ. അല്ലെങ്കിൽ ഇതിന് നമുക്ക് വെക്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാവുന്നത്? മൈനസ് വെക്റ്റർ m ഡോട്ട് വെക്റ്റർ b എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ കൂടി ഒന്ന് ഓർത്ത് വെക്കുക. പൊട്ടൻഷ്യൽ എനർജിയുടെ ഈ ഫോം U that is equal to മൈനസ് mb കോസ് തീറ്റ അല്ലെങ്കിൽ U ഈക്വൽസ് മൈനസ് വെക്റ്റർ m ഡോട്ട് വെക്റ്റർ b. അപ്പോൾ നമുക്ക് കിട്ടിയ വിധം നോക്കുക. ഡൈപോള് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നതെങ്കിൽ ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. വെക്റ്റർ ടോ ഈക്വൽസ് വെക്റ്റർ m ക്രോസ് വെക്റ്റർ b.
അല്ലെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം. ടോ ഈക്വൽസ് എം ബി സൈൻ തീറ്റ. ഇത് ടേൺ ചെയ്ത ആംഗിൾ ഡി തീറ്റ ആണെങ്കിൽ ആ സ്മോൾ വർക്ക് ഡൺ ഡി ഡബ്ല്യു ഈക്വൽസ് ടോ ഇൻറ്റു ഡി തീറ്റ. തീറ്റ1 ആംഗിൾ മുതൽ തീറ്റ2 ആംഗിൾ വരെയാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രൽ തീറ്റ1 ടു തീറ്റ2 ഡി ഡബ്ല്യു, ദാറ്റ് ഈസ് ഇന്റഗ്രൽ തീറ്റ1 ടു തീറ്റ2 ടോ ഡി തീറ്റ. ടോ എന്ന് പറയുന്നത് എം ബി സൈൻ തീറ്റയാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആയ എം ബി ഔട്ട്സൈഡ് എടുത്തു. സൈൻ തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് മൈനസ് കോസ് തീറ്റ. ദെൻ ആ മൈനസ് സൈനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ദെൻ അപ്പർ ലിമിറ്റ് കൊടുത്തു മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ കിട്ടി ഡബ്ല്യു ഈക്വൽസ് എം ബി കോസ് തീറ്റ1 മൈനസ് കോസ് തീറ്റ2. ഈ വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ യു ഈക്വൽസ് എം ബി കോസ് തീറ്റ1 മൈനസ് കോസ് തീറ്റ2. Then θ1 initially perpendicular ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ θ1 equals 90 degree and θ2 ടേൺ ചെയ്ത ആംഗിൾ തീറ്റ ആംഗിൾ ആണെങ്കിൽ u equals mb into cos 90 minus cos തീറ്റ. cos 90 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി u equals minus mb cos തീറ്റ or u equals minus vector m dot vector b. പിന്നെ നമുക്ക് വൈബ്രേഷൻ മാഗ്നെറ്റോമീറ്റർ എന്താ നോക്കാം. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു ഒരു ഡൈപോള് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരുന്ന അതിൽ ടോർക്ക് ആക്ട് ചെയ്യും. ആ ടോർക്കിന്റെ ഫലമായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യും എന്ന് പറയാം അല്ലെ. അപ്പോൾ ഒരു സ്മോൾ മാഗ്നറ്റിക് നീഡില്, ഒരു കോമ്പസ് നീഡില് നമ്മൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരുന്ന അത് എന്ത് ചെയ്യും? അത് ഓസിലേറ്റ് ചെയ്യും. അങ്ങനെ ആ ഓസിലേറ്റ് ചെയ്യുന്ന കോമ്പസ് നീഡിലിന്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പർട്ടിക്കുലർ പോയിന്റില് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്താന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു കോമ്പസ് നീഡിൽ ഉപയോഗിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് നമ്മൾ കണ്ടുപിടിക്കാനാ പോകുന്നത്. അതിനെ നമ്മൾ പറയുന്നത് വൈബ്രേഷൻ മാഗ്നെറ്റോമീറ്റർ. വൈബ്രേഷൻ എന്ന് പേര് വരാൻ കാരണം അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുവാണ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ആ കോമ്പസ് നീഡിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ പഠിച്ച ഇക്വേഷൻ നമ്മൾ ആലോചിച്ചു. എന്താണ്? ടോർക്കിന്റെ ഇക്വേഷൻ. ടോ ദാറ്റ് ഈസ് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ ആണല്ലോ. ടോ ഈക്വൽസ് എം ബി സൈൻ തീറ്റ. ഈ കോമ്പസ് നീഡിലിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ആന്ന് വിചാരിച്ചോളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് ഇക്വേഷൻ, അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ടോർക്കിന്റെ ഇക്വേഷൻ? ടോ ഈക്വൽസ് ഐ ആൽഫ. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ടൈമിൽ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു അല്ലെ. ടോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആൽഫ. ഈ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലാർ ആക്സിലറേഷൻ. അത് നമ്മൾ എന്താ കൊടുക്കുന്ന ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ആംഗിളിന്റെ ടൈമിൽ എങ്ങനെ കൊടുക്കുക? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. തീറ്റയുടെ ടൈമിൽ എന്ത് കൊടുക്കുക? ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. ഓർക്കണുണ്ടല്ലോ. അപ്പൊ നമുക്ക് കൊടുക്കാം ആ ഇക്വേഷൻ. അതായത് ടോ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ടോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആൽഫ, അല്ലെങ്കിൽ ഐ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. അപ്പോൾ ഈ ടോർക്കിന് നമുക്ക് റൊട്ടേറ്റിംഗ് ടോർക്ക് അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ടോർക്ക് എന്ന് പറഞ്ഞു കൊടുക്കാം. ടോ ആർ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആയതാണ് നമുക്ക് ടോ ഡി എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അറ്റ് ഇക്വിലിബ്രിയത്തിൽ ഇത് രണ്ടും എങ്ങനെയായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും, ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. അറ്റ് ഇക്വിലിബ്രിയം ഐ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എം ബി സൈൻ തീറ്റ. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, ഡിറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ വേറെ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ ടേൺ ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. അപ്പൊ സിൻസ് തീറ്റ ഈസ് വെരി സ്മോൾ, അപ്പൊ നമുക്ക് സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ വരുന്നത്? ഐ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എം ബി തീറ്റ. ഈ മൈനസ് എം ബി തീറ്റ നമ്മൾ എൽ എച്ച് എസിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അതെന്താവും? പ്ലസ് ആവും. അപ്പോൾ ഐ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എം ബി തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനെ ഐ വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എങ്ങനെ? ഫസ്റ്റ് ടൈം ഡി സ്ക്വയർ തീറ്റ ബൈ
dt square plus second term I വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ mb by I into theta that is equal to 0. ഇതിന് സിമിലർ ആയിട്ടൊരു ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിലെ ഇക്വേഷൻ അതെങ്ങനെയായിരുന്നു? ഇക്വേഷൻ ഡി സ്ക്വയർ എക്സ് അല്ലെങ്കിൽ വൈ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ദറ്റ് ഈസ് ഈക്വൽ ടു 0. ഒരു SHMന്റെ ഡിഫറൻഷ്യൽ ഫോമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ ഇക്വേഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗ സ്ക്വയറിന്റെ പ്ലേസിലാണ് ആര് വന്നിരിക്കുന്നത്? mb ബൈ ഐ വന്നിരിക്കുന്നത്. കിട്ടിയല്ലോ? ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിന് സിമിലർ ആയിട്ടുള്ള ഇക്വേഷനാണ്. അതായത് ഇതൊരു SHM സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷനാണ്. അപ്പൊ അതില് തീറ്റയുടെ കോൺസ്റ്റന്റ് ആയിട്ട് വന്നിരിക്കുന്ന mb ബൈ ഐ എന്ന് പറയുന്നത് ആരാണ്? ഒമേഗ സ്ക്വയർ ആണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഒമേഗ എന്താന്ന് കിട്ടും? ഒമേഗ ദറ്റ് ഈസ് ഈക്വൽ ടു mb ബൈ ഐയുടെ എന്ത് റൂട്ട്. ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് mb ബൈ ഐ. ഈ ഒമേഗയെ നമുക്ക് പീരീഡിന്റെ ടേമിൽ എഴുതാൻ അറിയാം അല്ലേ? ആംഗുലാർ വെലോസിറ്റി ആണല്ലോ ഒമേഗ എന്ന് പറയുന്നത്. അപ്പൊ ഒമേഗ 2π by t that is root of mb by I. അങ്ങനെ നമുക്ക് പീരീഡ് ഓഫ് ഓസിലേഷൻ t that is equal to എങ്ങനെ കിട്ടി? 2π into root of I by mb. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. t equals പീരീഡ് ഓഫ് ഓസിലേഷൻ t that is equal to 2π into root of I by mb. ഈ ഇക്വേഷൻ ഒന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ടി സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ 4π സ്ക്വയർ I by mb എന്ന് കിട്ടും അല്ലേ? അവിടെ നമുക്ക് b എന്താന്ന് കാണാം. b ദറ്റ് ഈസ് ഈക്വൽ ടു 4π സ്ക്വയർ I ഡിവൈഡഡ് ബൈ mt സ്ക്വയർ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്താന്ന് കണ്ടുപിടിക്കാം. എന്തറിഞ്ഞാൽ? ആ പീരീഡ് ഓഫ് ഓസിലേഷൻ അറിഞ്ഞാൽ. അപ്പോൾ ബി ദറ്റ് ഈസ് ഈക്വൽ ടു 4π സ്ക്വയർ I ബൈ mt സ്ക്വയർ. അപ്പോൾ ഈ വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ യൂസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. എന്ത് കാൽക്കുലേറ്റ് ചെയ്ത്? ആ കോമ്പസ് നീഡിലിന്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ കാൽക്കുലേറ്റ് ചെയ്ത്. അപ്പോൾ പീരീഡ് ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്തത് ടോർക്കിന്റെ രണ്ട് ഇക്വേഷൻസ് എടുത്തു. ഒന്ന് mb സൈൻ തീറ്റ എന്നുള്ള ഫോമില്, അടുത്തത് I ആൽഫ ദറ്റ് ഈസ് I ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ എന്നുള്ള ഫോർമുല. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഈ രണ്ട് ടോർക്കും മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിലും ഡയറക്ഷൻ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അത് കാരണം നമ്മൾ മൈനസ് സൈൻ കൊടുത്തു. വീണ്ടും തീറ്റ ചെറുതായത് കാരണം സൈൻ തീറ്റയ്ക്ക് പകരം നമ്മൾ തീറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ I ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽസ് മൈനസ് mb തീറ്റ. ഈ ടേമെ നമ്മൾ LHSലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ I ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് mb തീറ്റ ദറ്റ് ഈസ് ഈക്വൽ ടു 0. ദിസ് ഇക്വേഷന് രണ്ട് ടേമിന് I വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സെക്കൻഡ് ടേം നമുക്ക് വരും mb ബൈ I ഇൻറ്റു തീറ്റ ദറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഫോമാണ്. അപ്പോൾ ഒമേഗ സ്ക്വയറിന്റെ പ്ലേസിലാണ് mb ബൈ I വന്നിരിക്കുന്നത്. അങ്ങനെ ഒമേഗ എന്താണെന്ന് കണ്ടുപിടിച്ചു. ആ ഒമേഗയ്ക്ക് പകരം നമ്മൾ പീരീഡിന്റെ ടേമിൽ കൊടുത്ത ഇക്വേഷൻ 2π ബൈ ടി. അങ്ങനെ നമുക്ക് പീരീഡ് ടി കിട്ടി. ടി ഈക്വൽസ് 2π ഇൻറ്റു റൂട്ട് ഓഫ് I ബൈ mb. ആ രണ്ട് സൈഡ് നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ടി സ്ക്വയർ ഈക്വൽസ് 4π സ്ക്വയർ I ബൈ mb എന്ന് കിട്ടുന്നു. അവിടെ നിന്ന് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിച്ചു. b ഈക്വൽസ് 4π സ്ക്വയർ I ബൈ mt സ്ക്വയർ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഇക്വേഷൻസും മാഗ്നറ്റിസത്തിലെ ഇക്വേഷൻസും ഒന്ന് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പൊ ഡൈപോൾ മൊമെന്റ് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? ഡൈപോൾ മൊമെന്റ് വെക്റ്റർ p that is equal to q into വെക്റ്റർ 2l എന്നായിരുന്നു അല്ലേ? വെക്റ്റർ p that is equal to q into വെക്റ്റർ 2l.
അപ്പൊ അതിന് ഇക്വലന്റ് ആയിട്ട് മാഗ്നറ്റിസത്തിലെ ഇക്വേഷൻ എന്താണ്? മാഗ്നറ്റിക് മൊമെന്റ് വെക്ടർ എം ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ചാർജ് ആയിരുന്നു Q എന്ന് പറയുന്നത്, ഇവിടെ അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? പോൾ സ്ട്രെങ്ത് സ്മോൾ p, പോൾ സ്ട്രെങ്ത് സ്മോൾ p ഇൻറ്റു 2L. അപ്പോൾ വെക്ടർ p ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു വെക്ടർ L 2L. ഇവിടെ വെക്ടർ m ദാറ്റ് ഈസ് ഈക്വൽ ടു p ഇൻറ്റു വെക്ടർ 2L. ദെൻ ആക്സിയൽ ലൈനിലെ പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ വെക്ടർ E ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 2 ഇൻറ്റു വെക്ടർ p ബൈ r ക്യൂബ് എന്നായിരുന്നു അല്ലേ. 1/4 pi epsilon 0 2 ഇൻറ്റു വെക്ടർ p ബൈ r ക്യൂബ്. ഇവിടെ നമുക്ക് എങ്ങനെ കൊടുക്കാം? വെക്ടർ b ദാറ്റ് ഈസ് ഈക്വൽ ടു mu 0 ബൈ 4 pi 2 m വെക്ടർ m ബൈ r ക്യൂബ് അല്ലേ. mu 0 ബൈ 4 pi 2 ഇൻറ്റു വെക്ടർ m ബൈ r ക്യൂബ്. നേരെ മറിച്ച് ഇക്വറ്റോറിയൽ ലൈനിലാണെങ്കിലോ വെക്ടർ E ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/4 pi epsilon 0 2pക്ക് പകരം ഇവിടെ എന്ത് വരും? വെക്ടർ p ബൈ r ക്യൂബ്. അപ്പോൾ വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ അവിടെ മൈനസ് സൈൻ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. കാരണം എന്താണ്? മൊമെന്റിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ കൊടുക്കാം? വെക്ടർ b ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് mu 0 ബൈ 4 pi വെക്ടർ m ബൈ r ക്യൂബ്. ദെൻ ടോർക്കിന്റെ ഇക്വേഷൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണെങ്കിൽ വെക്ടർ ടോ ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്ടർ p ക്രോസ് വെക്ടർ E എന്നായിരുന്നു അല്ലേ. അപ്പോൾ മാഗ്നറ്റിസത്തിൽ എന്താ കൊടുക്കുന്നത്? വെക്ടർ ടോ ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്ടർ m ക്രോസ് വെക്ടർ b. ദെൻ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല, പൊട്ടൻഷ്യൽ എനർജി ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി U ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വെക്ടർ p ഡോട്ട് വെക്ടർ E. മാഗ്നറ്റിസത്തിലാണെങ്കിലോ ഇക്വേഷൻ U ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വെക്ടർ m ഡോട്ട് വെക്ടർ B. ഒരു പ്രോബ്ലം നോക്കാം. 5.3. A short bar magnet placed with its axis at 30 degree with a uniform magnetic field of 0.25 Tesla experiences a torque of 4.5 into 10 raised to minus 2 joule. What is the magnetic moment of the magnet? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് കൊടുക്കാം. ആംഗിൾ തീറ്റ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് തന്നിട്ടുണ്ട് 0.25 ടെസ്ല. ടോർക്ക് വന്നിരിക്കുന്നത് 4.5 ഇൻറ്റു 10 റേസ് ടു മൈനസ് 2 ജൂൾ. എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? മാഗ്നറ്റിക് മൊമെന്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. നമ്മൾ പഠിച്ചു ടോർക്കിന്റെ ഇക്വേഷൻ. ടോ ദാറ്റ് ഈസ് ഈക്വൽ ടു mb സൈൻ തീറ്റ. അപ്പോൾ മൊമെന്റ് അല്ല കണ്ടുപിടിക്കാനുള്ളത്. Therefore, moment m that is equal to tau divided by b sin theta. Values കൊടുക്കാം. 4.5 into 10 raised to minus 2 torque value കൊടുത്തു. Then b എത്രയാണ്? 0.25 into sin theta. Theta 30 degree. Sin 30യുടെ വാല്യൂ എത്രയാണ്? 1/2. 4.5 into 10 raised to minus 2 by 0.25 into 1/2. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് മാഗ്നറ്റ് m ദാറ്റ് ഈസ് ഈക്വൽ ടു 0.36. മൊമെൻ്റ് അല്ലേ, എന്തായിരിക്കും യൂണിറ്റ്? ആംപിയർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ജൂൾ പെർ ടെസ്ല എന്നും കൊടുക്കാം യൂണിറ്റ്. ആംപിയർ മീറ്റർ സ്ക്വയർ ഓർ ജൂൾ പെർ ടെസ്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സോളിനോയിഡിന്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആക്സിയൽ ലൈനിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കണ്ടുപിടിച്ചു.
അത് നമുക്ക് ഒരു ബാർ മാഗ്നറ്റിന്റെ കേസിലും സെയിം ഫോർമുല തന്നെയായിട്ടാണ് കിട്ടിയത്. എന്തായിരുന്നു കിട്ടിയ ഇക്വേഷൻ? ആക്സിയൽ ലൈനിൽ, അതായത് 2l ലെങ്ത് ഉള്ള എയർ റേഡിയസ് ഉള്ള ഒരു സോളിനോയിഡിന്റെ സെന്റർ ഓയിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലത്തില് പിയില് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ കിട്ടിയത് ഇങ്ങനെയാണ്: B ഈക്വൽസ് μ0/4π 2m/r³. ഇത് തന്നെയാണ് നമ്മുടെ ബാർ മാഗ്നറ്റിന്റെ കേസിലും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ. അതിനുശേഷം നമ്മൾ ഈ ഡൈപോളിനെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരുന്നാൽ അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്താന്ന് നോക്കി, അതിൽ നിന്ന് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനിലേക്ക് കടന്നു. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്: U that is equal to മൈനസ് വെക്ടർ m ഡോട്ട് വെക്ടർ b എന്നുള്ള ഇക്വേഷൻ. ദെൻ വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ നോക്കി, അതായത് ഒരു കോമ്പസ് നീഡിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഓസിലേറ്റ് ചെയ്യുവാണ്. അതിന്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്താന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്തായിരുന്നു പീരീഡ് ഓഫ് ഓസിലേഷന്റെ ഇക്വേഷൻ? T ഈക്വൽസ് 2π × √I/mb. അതിനെ നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷനും കൂടി കണ്ടുപിടിച്ചു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി B that is equal to 4π² I/mb.